ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെളിയങ്കോട് കലുങ്ക് നിർമ്മിക്കാനായി എടുത്ത കുഴി ദുരിതമായി മാറി. സമീപത്തെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർച്ചാ ഭീഷണി നേരിടുകയാണ്. മായിൻ മുസ്ലിയാരകത്ത് സലാഹുദ്ദീൻ മൂസയുടെ വീടിന്റെ ചുറ്റുമതിലിന്റെ 10 മീറ്ററോളം ഭാഗമാണ് തകർച്ചയിലായത്. 1 വർഷം മുമ്പ് നിർമ്മിച്ച ചുറ്റുമതിലാണ് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലം തകർച്ചയിലായത്. കലുങ്ക് നിർമ്മാണത്തിനായി ചുറ്റുമതിലിനോട് ചേർന്ന് വലിയ കിടങ്ങാണ് അധികൃതർ തീർത്തത്. ഇതോടെ ചുറ്റുമതിലിന്റെ തറയടക്കം കേടുപാടുകൾ സംഭവിച്ചു. 10 മീറ്റർ ഭാഗം ചെരിഞ്ഞ നിലയിലാണ്. വീട്ടുകാർ അധികൃതരോട് പരാതിപ്പെട്ടതോടെ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മറയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നലെ രാത്രി ഇവിടെ ഈ കലുങ്ക് നിർമ്മാണത്തിന് ആവശ്യം അവിടെ ഒരു ഭാഗം കുഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് മതിലിൻ്റെ അടിവരെ കുഴിച്ചു. ആ മതിലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് വാരിയപ്പോൾ കംപ്ലീറ്റ് മതിലിൻ്റെ തറ പോലും പിളർന്നു, ഗേറ്റ് തകർന്നു. നിങ്ങൾ കാണുന്നത് പോലെയുള്ള എല്ലാ വിള്ളലുകളും ഉണ്ടായി. കംപ്ലീറ്റ് ആ ഭാഗം മുതൽ കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കാലത്തവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെയാണ് അവർ സംസാരിക്കുന്നത്. എഞ്ചിനീയർമാർ വന്നിരുന്നു, അവരൊക്കെ അത് കണ്ടു, നോക്കിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്നു. മാത്രമല്ല ഈ മണ്ണെടുക്കുമ്പോഴും അത് എഞ്ചിനീയർമാർക്ക് മനസ്സിലാക്കാൻ പറ്റും, മതിൽ സ്വാഭാവികമായിട്ടും അതിന് വിള്ളലുണ്ടാവും. അപ്പം അതിന് മുന്നോടിയായിട്ട് ഇന്ന് കാലത്താണ് അവർ ആ ഷീറ്റ് കൊണ്ടുവന്നിട്ട്, ഇരുമ്പിൻ്റെ ഷീറ്റ് കൊണ്ടുവന്നിട്ട് അതിന് നല്ല ആഴത്തിൽ അടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ കംപ്ലീറ്റ് മതിൽ പൊളിഞ്ഞ് വീഴുമായിരുന്നു. അപ്പോൾ അതവർക്ക് മനസ്സിലായപ്പോൾ ഉടനെ അവർ ഷീറ്റ് കൊണ്ടുവന്നു. അത് ഇന്നലെ ചെയ്യേണ്ട പണി ഇത് മതിൽ പൊളിഞ്ഞതിന് ശേഷമാണ് അവർ ചെയ്തത്. അപ്പോൾ അവർ ആ തെറ്റ് സമ്മതിക്കുക. ഇപ്പോൾ എന്നവർ എഞ്ചിനീയർ വന്നിരുന്നു, ആ തെറ്റ് പോലും സമ്മതിക്കാൻ അവർ തയ്യാറില്ലെന്നതാണ്. അത്രയും നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ അവരിവിടെ ചെയ്തത്. മഴ പെയ്താൽ കിടങ്ങിൽ വെള്ളം നിറഞ്ഞ് മതിൽ നിലം പൊത്താനുള്ള സാധ്യത കൂടുതലാണ്. പോസിറ്റീവ് ന്യൂസ്, പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.